എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട്, തെറ്റ് പറ്റുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ എല്ലാം ചിന്താഗതികളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ചിന്താഗതികളും പലപ്പോഴും വേറെ ആളുകൾക്ക് തെറ്റായിരിക്കും. സോ തെറ്റ് പറ്റുക അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വീണു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമ അർഹിക്കാത്തൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കി തിരുത്താതെ അതേ തെറ്റ് ആവർത്തിക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ അഹങ്കാരത്തോടുകൂടി വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി ഇന്നിപ്പോ അതാണല്ലോ എല്ലായിടത്തും ഹോട്ട് ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. സോ ഞാനും അത്യാവശ്യം ഒരു കലാകാരി എന്ന് ഞാൻ എന്നെ വിളിക്കില്ലെങ്കിൽ പോലും ചെറുപ്പത്തില് ഒരു 10-15 വയസ്സ് വരെ 5 വയസ്സ് മുതൽ 10 വർഷം ഈ പറയുന്ന കലകളൊക്കെ അഭ്യസിച്ച ഒരാളാണ്. മോഹിനിയാട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പഠിച്ച എല്ലാ കലകളിലും വെച്ചിട്ട് ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതുപോലെ ഓട്ടംതുള്ളല്, ചാക്യാർകൂത്ത് ഇതൊക്കെ പഠിച്ച ഒരാളാണ്. വളരെ കുറച്ചു കാലം കേട്ടോ, അല്ലാതെ ആഴത്തിൽ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ യുവജനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പഠിത്തമായിരുന്നു. സോ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പോ അതിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കലയിൽ എന്ത് കറുപ്പും വെളുപ്പുമാണ് അല്ലെ? കറുപ്പും വെളുപ്പും, നമ്മുടെ ഈ സ്കിന്നിന്റെ കളറ് എന്താണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ ഇപ്പോഴും അതിന്റെ പേരിൽ എന്തിനാണ് ഇത്രത്തോളം ഊറ്റം കൊള്ളുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കളറ് ലേശം കുറഞ്ഞു പോയ ആളുകളെ എന്തിനാണ് ഇത്രത്തോളം അവജ്ഞയോടെ നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കഴിവ് കൊണ്ടാണോ നമുക്ക് ഈ കളറ് കിട്ടുന്നത്? നമ്മുടെ കളർ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ, നമ്മുടെ വീട്ടിലെ, നമ്മൾ എവിടെയാണ് ജനിച്ചത്, നമ്മുടെ നാട്, വീട്, നമ്മുടെ വംശം, അങ്ങനെ ധാരാളം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കളർ അല്ലെ? പണ്ട് അയിത്തവും അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴും ആളുകളുടെ ഉള്ളിൽ ഇതെല്ലാം വേരൂന്നിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്തും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഒരു കലയിലും ഒരു കലാരൂപത്തിലെ കഴിവ് എന്ന് പറയുന്നത് അത് അവതരിപ്പിക്കാനുള്ള കഴിവാണ് അല്ലെ? അത് കറുത്ത ആളാവട്ടെ, വെളുത്ത ആളാവട്ടെ, ഏത് മതവിഭാഗത്തിലും പെട്ട ആളാവട്ടെ. നമ്മൾ കുറച്ചു കാലം മുമ്പെയാണ് ഒരു പെൺകുട്ടി, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ രീതിയിലുള്ള ഭരതനാട്യം, മൻസിയ, എന്റെ ഓർമ്മയിൽ ആ കുട്ടിയുടെ പേര് മൻസിയ എന്നാണ്, ആ കുട്ടി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഏതോ ഒരു അമ്പലത്തിൽ പെർഫോം ചെയ്യുന്നതിന് വിലക്കൊക്കെ ചെയ്തത്. ആ കുട്ടിയുടെ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു അമ്പലത്തില് ബുക്ക് ചെയ്ത് അവര് ഈ കുട്ടി മുസ്ലിം ആണെന്ന് അറിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു വിവാദം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, കലയിൽ എവിടെയാണ് ഇത്തരത്തിൽ മതവും ജാതിയും വർണ്ണവും വർഗവും ഒക്കെ വരുന്നത്? കല എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതൊരു ഓപ്പൺ സീ പോലെയാണ്. അതായത് തുറന്നൊരു കടൽ പോലെയാണ്. അവിടെ നമ്മുടെ കഴിവിന് മാത്രമാണ്. നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് ഭരതനാട്യം നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് മോഹിനിയാട്ടം നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം അതിനെപ്പറ്റി അറിവുള്ളവർ വൃത്തിയായിട്ട് ആസ്വദിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ കറുത്ത ആളാണോ, നിങ്ങൾ വെളുത്ത ആളാണോ, നിങ്ങൾ ഈ ജാതിയിൽപ്പെട്ടവനാണോ, നിങ്ങൾ ഈ മതത്തിൽപ്പെട്ടവനാണോ, ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയും അവര് വളരെ ഊറ്റത്തോടു കൂടി പറയുന്നത് കേട്ടു. 40-45 കൊല്ലമായി ഞാൻ ഈ കലാജീവിതം തുടങ്ങിയിട്ടെന്നൊക്കെ. കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലാകാരൻ എന്നൊക്കെ പറയുന്നത് മനസ്സിൽ വേലിക്കെട്ടുകൾ ഇല്ലാത്തവരായിരിക്കണം. മനസ്സിൽ കറുപ്പ് ബാധിച്ചവരെ ഒരിക്കലും കലാകാരി എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇവരുടെയൊക്കെ മനസ്സിലാണ്, ബുദ്ധിയിലാണ് കറുപ്പ്, അല്ലാതെ തൊലിപ്പുറത്തല്ല. ഇവരുടെയൊക്കെ ബുദ്ധിയാണ്, തൊലി വെളുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ബുദ്ധി വളരെയധികം കറുത്തിട്ടാണ് ഇരിക്കുന്നത്. സോ ആ കറുപ്പ് മാറ്റേണ്ടത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്, നമ്മുടെ ബുദ്ധിയിൽ നിന്നാണ്, നമ്മുടെ ഇങ്ങനെയുള്ള ആളുകളോടുള്ള മനോഭാവത്തിൽ നിന്നാണ്. അല്ലാതെ തൊലിപ്പുറത്തെ കറുപ്പിനല്ല പ്രശ്നം, നമ്മുടെ മനസ്സിലെ, നിങ്ങളുടെയൊക്കെ മനസ്സിലെ കറുപ്പിനാണ് പ്രശ്നം. അപ്പൊ ഇത്രയെങ്കിലും വന്ന് പറയണം എന്ന് തോന്നി. കാരണം ഞാൻ പ്രത്യേകിച്ചൊരു മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ടാണ് ഈ ഡിസ്കഷൻസ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തിരിച്ചു വന്നതിന് ശേഷം മോഹിനിയാട്ടം കൂടുതൽ പഠിക്കണം എന്ന്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ്. ഞാൻ കുറെ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഞാൻ പലരും പറയാറുണ്ട്, ഞാൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായി ചെയ്യുന്നത് മോഹിനിയാട്ടമാണ്. കാരണം അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷെ അതേ മോഹിനിയാട്ടത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ആണുങ്ങൾ കളിക്കുന്നത് നന്നല്ല. അതിൽ തന്നെ അവരെ ഇത്തരത്തിൽ കറുപ്പ് വെച്ചിട്ട് അപകീർത്തിപ്പെടുത്തുക,
ആണായാലെന്താ പെണ്ണായാലെന്താ. മോഹിനിയാട്ടം എന്ന് പറയുന്നത് ലാസ്യഭാവമാണ്. ലാസ്യമായിട്ട് ഒരു മോഹിനിയനെ പോലെ ലാസ്യമായിട്ട് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇനി ഇതിനെപ്പറ്റി ഒന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവും. ഭരതനാട്യം പറഞ്ഞാൽ വളരെ ചടുലമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അതിൽ. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഒരു പരിധിവരെ വളരെ ചടുലമാണ് കുച്ചിപ്പുടിയും ഭരതനാട്യം ഒക്കെ. പക്ഷെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലാസ്യഭാവത്തോടു കൂടി, വളരെ ശൃംഗാര ലാസ്യഭാവത്തോടു കൂടി വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ആണായാലെന്താ പെണ്ണായാലെന്താ, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഈ 45 വർഷത്തെ കലാജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ മനസ്സൊക്കെ ബാക്കിയുള്ളവരെക്കാൾ വിസ്താരമുള്ളതാവണം അല്ലെങ്കിൽ തുറന്നതാവണം എന്നാണ് ഈ 45 വർഷം കൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചുരുങ്ങി പോവുകയാണ് എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടൊരു കാര്യമാണ്. ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ക്ഷമാപണം, ആ പറഞ്ഞ മനുഷ്യനോടൊരു ക്ഷമാപണം നടത്താനുള്ള ഒരു ചിന്തയെങ്കിലും അവരുടെ മനസ്സിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം തെറ്റുപറ്റി വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ ആ തെറ്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുന്നോട്ടുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റ് അവർക്ക് മനസ്സിലാവുന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ, നമ്മൾ പറയുന്ന വാക്കുകളിൽ എല്ലാം തെറ്റ് സംഭവിക്കും. പക്ഷേ ആ തെറ്റ് തന്നെ ശരി എന്ന് പറഞ്ഞ് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കുള്ള തെറ്റ് കേട്ടോ. അപ്പൊ ആ തെറ്റ് അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അവർക്ക് ഈ പറയുന്ന ബോധോദയം ഒക്കെ ഉണ്ടാവട്ടെ, എന്താണ് യഥാർത്ഥ കല എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. അത്രേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ഇതിനൊരു കാര്യം പറയണമെന്ന് ഒരാൾ പറയായിരുന്നു, മനസ്സിലാണ് കറുപ്പ് എന്ന് പറയുമ്പോഴും കറുപ്പ് മോശമാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മനസ്സിലെ ഇരുട്ട് എന്ന് പറയില്ലേ, വെളിച്ചം ഇല്ലായ്മയാണ് ഞാൻ കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ കറുപ്പ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലെ ഇരുട്ട്, അവിടെയുള്ള വെളിച്ചമില്ലായ്മ, ഇരുട്ടിനെയാണ് ഞാൻ കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ഒരിക്കലും കറുപ്പ് ഒരു മോശം കളറാണ് എന്നുള്ളത് ഒരിക്കലും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ഡോക്ടറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ പറയുന്ന തൊലിപ്പുറത്ത് കാണുന്ന വെളുപ്പ് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തൊലിപ്പുറത്ത് വന്നൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലൊക്കെ പോവാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇതിനൊന്നും വലിയ ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ തൊലിപ്പുറത്തുള്ള ഭംഗിയിലൊന്നും അല്ല കാര്യം. പിന്നെ ഈ ഭംഗി, വെളുപ്പാട് ഭംഗി എന്ന് പറയുന്നത് അവര് പിന്നെയും പറയുന്നിട്ട് വെളുപ്പാട് ഭംഗി. എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത്. സോ അവരുടെ മനസ്സിൽ വെളിച്ചം വരട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു കേട്ടോ. കറുപ്പിനഴക്, അതെ, പിന്നെന്താ, കറുപ്പിനാണ് ഏഴഴകെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതല്ലേ. നമുക്ക് ഒരു നിറത്തിനും ഈ നിറം നല്ലത്, ഈ നിറം ചീത്ത, എനിക്കെല്ലാം ഇപ്പൊ എന്നോട് ഏതെങ്കിലും ഏത് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാറില്ല കേട്ടോ എനിക്ക് ഏത് കളറാണ് ഏറ്റവും ഇഷ്ടം എന്ന്. കാര്യം ചിലത് നമുക്ക് വെള്ള കാണുമ്പോൾ എന്ത് ഭംഗിയാണ് തോന്നും, ചിലത് കറുപ്പ് കാണുമ്പോൾ എന്ത് ഭംഗിയാണ് തോന്നും, ചിലത് പച്ച കാണുമ്പോൾ എന്തൊരു രസമാണ് തോന്നും. എല്ലാ കളറിനും എല്ലാ നിറത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയില്ലേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ചുറ്റും കാണുന്ന പ്രകൃതിയിൽ ആകെ ഒരു നിറം മാത്രമേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ഡള്ളാവുമായിരുന്നു അല്ലെ. പ്രകൃതി ഫുള്ള് പച്ച, അല്ലെങ്കിൽ പ്രകൃതി ഫുള്ള് മഞ്ഞ, അല്ലെങ്കിൽ ഫുള്ള് വെള്ള, ഫുള്ള് കറുപ്പ്, ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ നമുക്ക് ചുറ്റുമുള്ള നിറങ്ങളാണ് നമ്മുടെ ജീവൻ അല്ലെ. പല 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 നിറങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ആ ഒരു ജീവൻ തരുന്നത്. സോ എല്ലാ നിറത്തിനും, അത് കറുപ്പ് വെളുപ്പ് എന്നില്ല, എല്ലാ നിറത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മുടെ മനസ്സിൽ ഇതിപ്പോ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ പലരുടെയും മനസ്സിൽ ഇന്നും ഇത്തരത്തിലുള്ള ചില വർഗവർണ്ണ ചിന്തകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയെങ്കിലും, നമ്മൾ കഴിഞ്ഞ കാലത്ത് കുറെ തെറ്റുകൾ ചെയ്തു, പക്ഷെ ഇനിയും ആ തെറ്റുകൾ ആവർത്തിക്കാതെ ഇനിയെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ വെളിച്ചം വീശട്ടെ, നമ്മുടെ മനസ്സൊക്കെ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിപ്പോ ഒരു ടോപ്പിക് ഒന്നുമല്ല, വന്ന് പറയണമെന്ന് തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കലാമണ്ഡലം ചേർത്ത് വിളിക്കരുത്, കലാമണ്ഡലത്തെ അപമാനിക്കലാണ്. ശരി, അത് കലാമണ്ഡലം തന്നെ പറഞ്ഞല്ലോ. കലാമണ്ഡലം തന്നെ ഇവര് പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കലാമണ്ഡലം എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അതിനെ അങ്ങനെ നമ്മൾ കലാമണ്ഡലത്തിന് മോശം, അങ്ങനെ കലാമണ്ഡലത്തിനെ എന്തിനാ നമ്മൾ പറയുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളാണ്. അതെ, യെസ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ 2 മിനിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നത് ഒരു കണക്കിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം
അപ്പോഴാണ് ഇതിനൊക്കെ എതിരെ നമുക്ക് ശബ്ദിക്കാൻ ആളുകളും അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് ഉറക്കെ പറയാൻ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം വളരെ ഹെൽപ്ഫുൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ വരുമ്പോൾ ഇത് തെറ്റാണ് എന്ന് കൈ ചൂണ്ടി സംസാരിക്കാൻ ഇന്നത്തെ യുവതലമുറയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കലോത്സവങ്ങളിൽ സൗന്ദര്യത്തിന് മാർക്കുണ്ടോ? ആക്ച്വലി എനിക്കത് അറിയില്ല കേട്ടോ. അവരങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കളറിന് ഞാൻ കലോത്സവത്തിൽ മത്സരിച്ചിട്ടേ ഉള്ളൂ, ഞാൻ മാർക്കിടാനൊന്നും പോയിട്ടില്ല. അതിന് പോയ ആളുകളോട് തന്നെ ചോദിക്കേണ്ടി വരും. മനുഷ്യരിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അല്ലെങ്കിലും മൃഗങ്ങൾ എത്ര നല്ല ആളുകളാ. മൃഗങ്ങളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിവേചനം ഉണ്ടോ? ഒന്നുമില്ല, ഇല്ലാന്നാണ് എന്റെ അറിവ്. നമ്മൾ മനുഷ്യർക്ക് തന്നെയാണ് ഈ പറയുന്ന പോലെ. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ടോക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. മാക്സിമം പേരിലേക്ക് ഈ പറയുന്ന നല്ല കാര്യങ്ങൾ എത്തട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഇങ്ങനെയുള്ള ഇരുണ്ട ചിന്താഗതികളുള്ള ആളുകളുടെ മനസ്സിലേക്ക് എല്ലാം വെളിച്ചം വീശാൻ സാധിക്കട്ടെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.